ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ബാങ്ക് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോയാണ്. കാരണം SBI PO IBPS POയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുക. ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ അതിന് നിങ്ങൾക്കറിയാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാം അത്യാവശ്യം നിലവാരത്തിൽ നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ്. കാരണം ഇതിന്റെ സിലബസ് നിങ്ങൾ നോക്കിയാൽ തന്നെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആണ് ഇതിന്റെ പ്രിലിംസ് എക്സാമിന് നടത്തപ്പെടുന്ന സബ്ജക്റ്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസും നമ്മുടെ IBPS PO നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞാൻ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് IBPS POയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു. അപ്പോൾ ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. ഒരിക്കലും ഇതൊരു സിമ്പിൾ എക്സാം ആണ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും സമീപിക്കാൻ സാധിക്കുന്ന പരീക്ഷയല്ല ബാങ്ക് എക്സാമുകൾ. വെറുതെ നിങ്ങളുടെ അടുത്ത് ഇത് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചുമ്മാതെ ഒരു റാങ്ക് ഫയലോ മറ്റോ മേടിച്ചു വെച്ച് പ്രാക്ടീസ് ചെയ്താൽ പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്യക്തമായ പ്ലാനോടുകൂടി വ്യക്തമായ രീതിയിലുള്ള സ്റ്റഡിയിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം എക്സാംസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്താണ് നമ്മൾ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഇപ്പൊ IBPS POയുടെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, SBI POയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു. IBPS POയുടെ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളെ അറിയിച്ചായിരുന്നു. അപ്പോൾ അറിയാം, ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, നമ്മുടെ ഡേറ്റ്, ആപ്ലിക്കേഷൻ ഡേറ്റ് 21 വരെ ഉണ്ട്. ഇതിന്റെയും അതുപോലെ തന്നെ SBI POയുടെയും എക്സാമുകൾ നടക്കുന്ന പ്രിലിംസ് എക്സാംസ് നടക്കുന്ന ഓഗസ്റ്റിൽ തന്നെയാണ് പ്രിലിംസ് എക്സാംസ് വരുന്നത്. ഏകദേശം ഒക്ടോബറോട് കൂടിയാണ് മെയിൻസ് എക്സാംസ് നടത്തപ്പെടുന്നത്. ഏകദേശം 2-3 മാസ സമയം മാത്രമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പൊ ഈ എക്സാമിന് വേണ്ടി വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഈ എക്സാമിനെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് എക്സാംസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. കൂടെ ഇതിന് ശേഷം ക്ലറിക്കൽ എക്സാംസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. SBI IBPS RRB പോലെയുള്ള ക്ലറിക്കൽ എക്സാംസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ എക്സാമിനേഷന്റെ ഡേറ്റ് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. ഇതുവരെ അറിയാത്തവരാണെങ്കിൽ IBPS POയുടെ നോട്ടിഫിക്കേഷൻസ് 1 മുതൽ 21 വരെ, ജൂലൈ വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള 20-നും 30-നും ഏജ് കാറ്റഗറിയിൽ വരുന്ന ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ബാങ്കിന്റെ പരീക്ഷയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ബാങ്കുകൾ IBPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന ഏതൊക്കെ ബാങ്കുകളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക് നമ്മുടെ വീടുകളുടെ അടുത്തൊക്കെ ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ പഞ്ചാബ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള ബാങ്കുകളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ എത്ര വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എത്ര വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മൊത്തത്തില് 6715 വേക്കൻസിയാണുള്ളത് കേട്ടോ. 6715 വേക്കൻസിയാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഇനി UR കാറ്റഗറി പറയുകയാണെങ്കിൽ 2715 വേക്കൻസിയും, ഓരോ കാറ്റഗറിക്കും അത്യാവശ്യം വേക്കൻസി ഉണ്ട്. അതേപോലെ EWS കാറ്റഗറി പറയുകയാണെങ്കിൽ 669, OBC കാറ്റഗറി 1816, SC കാറ്റഗറി 1009, ST കാറ്റഗറി 502 എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കാറ്റഗറീസ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫിസിക്കലി വിത്ത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്കുള്ള കാറ്റഗറി സെപ്പറേറ്റ്ലി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, എക്സ് ആർമി ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. പേ സ്കെയിൽ പ്രൊട്ടക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് IBPS POയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഏകദേശം 6715, ഇതിൽ ഇച്ചിരി കൂടെ കൂടാനേ ചാൻസ് ഉള്ളൂ, ഉള്ള വേക്കൻസിയാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മൾ ചുമ്മാ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് പോയി എഴുതി കഴിഞ്ഞാൽ എക്സാം ഒരിക്കലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ മസ്റ്റ് ആയിട്ടും അയാൾ ഇതിന്റെ പ്രിപ്പറേഷൻ രീതിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഞാൻ അടുത്ത ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം കുറെ ആളുകൾക്ക് ആ ഒരു ഐഡിയ ഇല്ല, എന്താണ് എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും
നമ്മൾ ഇതിന്റെ ഏജ് റിലാക്സേഷൻ അറിയാലോ, 20 to 30 years ആണ് ഏജ് വരുന്നത്. ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ഏതാണ്? SC/ST കാറ്റഗറിക്ക് 5 years, OBC 3 year, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി വരുന്ന 10 years, അതുപോലെ തന്നെ എക്സ് സർവീസിന് അവരുടെ സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ട് 5 years എന്ന രീതിയിലേക്ക് എന്തുണ്ട്, ഇതുണ്ട്, ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് തന്നെ വിചാരിക്കുന്നു. ദെൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ SBI POയുടെ എക്സാമിന്റെ ഇപ്പോൾ ബാങ്കിങ് എക്സാമുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ വർഷവും അവരുടെ ഒരു സിലബസ് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സാം പാറ്റേൺ രീതികൾ പലപ്പോഴും ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ മോക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതും ഈ വരുന്ന പുതിയ പാറ്റേണിനെ മനസ്സിലാക്കി തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എന്ന് പറയുമ്പോൾ ഒരു മത്സരം തന്നെയാണ്, അല്ലേ? ഒരോട്ട മത്സരം പോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആരാണ് ഒന്നാമതെത്തുന്നത്, രണ്ടാമതെത്തുന്നത് എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ റാങ്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾക്ക് അതിനൊരു കൃത്യമായ സ്ട്രാറ്റജി കീപ്പ് ചെയ്യാതെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കണം? അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ആദ്യമായിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ സിലബസിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക. അതാണ് ഒന്നാമത്തെ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്? പ്രിലിംസ് എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, വളരെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് പാറ്റേൺ ആണ് ഇതിന് വരുന്നത്. മെയിൻലി 3 സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് വരുന്നുണ്ട്, റീസണിങ് എബിലിറ്റി വരുന്നുണ്ട്. മക്കളെ, ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് അയാൾക്ക് മാത്തമാറ്റിക്കൽ സ്കില്ലും ലോജിക്കൽ സ്കില്ലും ലാംഗ്വേജ് സ്കില്ലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3ലും ഒരേപോലെ നമ്മൾ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഒട്ടും ഷുവർ കോട്ട് ചെയ്ത് ഇതങ്ങ് പറ്റും, ഇത് എളുപ്പമാണ് എന്ന രീതിയിൽ ഒന്നും പറയുന്നില്ല. കാരണം ഒരു ചെറിയ എക്സാം അല്ല. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് അവർ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 സബ്ജക്റ്റിലുള്ള ഡീപ്പായിട്ടുള്ള നോളജ് അവർ ചെക്ക് ചെയ്യും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇപ്പൊ പലപ്പോഴും BCom ഒക്കെ കഴിഞ്ഞ പിള്ളേര് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ച് അവർ ബാങ്കിങ് മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ബാങ്ക് എക്സാമിന് ട്രൈ ചെയ്യാൻ വരുമ്പോൾ വളരെ ഹെവി മാത്സ്, അതുപോലെ റീസണിങ്, ഇംഗ്ലീഷ്, ഈ കാര്യങ്ങളാണ് അവരുടെ പ്രിലിംസ് എക്സാമിൽ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ടച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ്, റീസണിങ്ങിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ്. ഇതിന്റെ വെയിറ്റേജിലാണ് SBIയും അതുപോലെ തന്നെ IBPSും തമ്മിൽ മാർക്കിന്റെ വെയിറ്റേജിലാണ് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് പലപ്പോഴും കാണാറുള്ളത്. പക്ഷെ സബ്ജക്റ്റ് സെയിം തന്നെയാണ്. എന്താണ്? അപ്പൊ അവിടെ മാർക്ക് 30 മാർക്ക്, ഇവിടെ 30 മാർക്സ്, അതുപോലെ തന്നെ 40 മാർക്സ് എന്ന രീതിയിലാണ് മാക്സിമം മാർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മാർക്ക് നോക്കുക. അതുപോലെ തന്നെ ഇത് ഓരോന്നിനും 20 മിനിറ്റ് സമയമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ 1 മണിക്കൂറിനകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ 100 ക്വസ്റ്റ്യൻസും 100 മാർക്കിനുമുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ടൈം സ്ലോട്ട് ഉണ്ട്. ഇംഗ്ലീഷിന് ഇത്ര സമയം 20 മിനിറ്റ്, മാത്സിന് 20 മിനിറ്റ്, റീസണിങ് 20 മിനിറ്റ്. ആ ടൈമിനകത്ത് ഇത് കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്പീഡ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ദിശ അക്കാഡമിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം കുട്ടികൾക്ക് സ്പീഡ് പ്രാക്ടീസ് ചെയ്യാണ്, മാക്സിമം സ്പീഡ് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവരെ ടച്ചിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രോസസ് ആണ് ആദ്യം ചെയ്യുന്നത്. പല ആളുകളും ഇപ്പോൾ സ്റ്റുഡൻസ് അങ്ങോട്ട് വന്ന ഉടനെ ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന എല്ലാ പിള്ളേരും മാത്സിൽ ഒരേപോലെ ടച്ച് ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പൊ BTech കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളും BSc മാത്സും ഒക്കെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് മാത്സിൽ ഒരു ടച്ച് ഉണ്ട്. അതർ സബ്ജക്ട്സ് ഒക്കെ എടുത്ത് വരുമ്പോൾ പലപ്പോഴും മാത്സിലുള്ള ടച്ച് കുറവാണ്. അപ്പോൾ ഒരു 1 മന്ത് ടൈം പീരീഡ് തന്നെ, ഇപ്പൊ നമ്മൾ 1 ഇയർ പ്രോഗ്രാം ആയിട്ടൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 1 മന്ത് ടൈം തന്നെ നമ്മൾ മാത്സിലെ സ്പീഡ് കറക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരും. അപ്പൊ അത്യാവശ്യം നോളജ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാം, പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ മാത്സിന്റെ സ്പീഡ്, ലോജിക്കലായിട്ടുള്ള നിങ്ങളുടെ തിങ്കിങ്ങിന്റെ സ്പീഡ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സ്കില്ല്, ഈ 3 കാര്യങ്ങൾക്കാണ് പ്രിലിംസിൽ കൃത്യമായി വെയിറ്റേജ് വരുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും പ്രിലിംസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രിലിംസ് കിട്ടിയെങ്കിൽ മാത്രമേ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. രണ്ടാമത്തെ ഫേസ് ആയ മെയിൻസ് എക്സാമിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് പ്രിലിംസ് ഫസ്റ്റ് എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം. അപ്പൊ ഒരുവിധം നന്നായി പഠിക്കുകയാണെങ്കിൽ, ഒരുവിധം നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസ് പറ്റും. ഇപ്പൊ ഒരുവിധം നന്നായി പഠിക്കണം. ഇപ്പൊ ഇനിഷ്യലി 3 സബ്ജക്ട് മാത്രമല്ലേ ഉള്ളൂ, അതിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഇനി വരുന്നത് നമ്മുടെ രണ്ടാമത്തെ ഫേസിലോട്ട് കിടക്കുക. രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ കളി കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആവും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
റീസണിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് 60 മാർക്സ്. ഓക്കെ, ജനറൽ എക്കോണമി ആൻഡ് ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്. വെയിറ്റേജ് എവിടെ പോയി നിങ്ങൾ ചിന്തിക്കുക. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ് 20 മാർക്സേ ഉള്ളൂ. അതേപോലെ തന്നെ ഡേറ്റ അനാലിസിസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ 40 ക്വസ്റ്റ്യൻസ് 60 മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 170 ക്വസ്റ്റ്യനിൽ നിന്നാണ് 200 മാർക്ക്. ഓക്കെ, അതുപോലെ ടൈം സ്ലോട്ട് ഉണ്ട്. നമുക്ക് റീസണിങ്ങിന് കിട്ടുന്നത് 45 മിനിറ്റാണ്. ജനറൽ അവയർനെസ് ചെയ്യാൻ നമുക്ക് 35 മിനിറ്റ്, അത് നമുക്ക് ധാരാളം, അത് മതി. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വരുന്നത് 40 ക്വസ്റ്റ്യൻസിന് 20 മാർക്കിന് 35 മിനിറ്റ്, 40 ക്വസ്റ്റ്യൻ പിന്നെ 60 മാർക്ക് വരുന്ന മാത്സിന് 45 മിനിറ്റ്സ്. ഈ ടൈം പരിധിക്കകത്ത് ടോട്ടൽ 160 മിനിറ്റ് ആണ് വരുന്നത്. ആ ടൈം പരിധിക്കകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു പാറ്റേൺ കൂടെ മനസ്സിലാക്കി എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ നമ്മൾ മോക്കൊക്കെ ചെയ്യുമ്പോൾ ഈ പുതിയ പാറ്റേൺ, ഇപ്പൊ എല്ലാ മോക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും എന്തായിട്ടുണ്ടായിരിക്കും, ഈ പുതിയ പാറ്റേണിനനുസരിച്ചിട്ട് അവരുടെ മോക്കുകളെ മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് കൃത്യമായിട്ട് മോക്ക് ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. മോക്ക് ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. ഓക്കെ, ഇനി അടുത്തത് എനിക്ക്, അപ്പം ഞാൻ പ്രിലിംസും മെയിൻസും പറഞ്ഞു. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു എന്തുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ കൂടി വരുന്നുണ്ട് മെയിൻസിനകത്ത്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആണ്, ഈ 2 ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് എസ്സേ റൈറ്റിംഗും ഉണ്ട്, അതുപോലെ കോംപ്രഹെൻഷനും ഉണ്ട്. ടോട്ടൽ 25 മാർക്സ് ആണ് വരുന്നത്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് 30 മിനിറ്റ് സമയവും കൂടെ ഒരു 5ാമത്തെ പാർട്ടായിട്ട് മെയിൻസിന്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിലേക്ക് വരുമ്പോൾ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും അല്ലാതെ ഒരു ലാസ്റ്റ് 6 മന്ത്സിലെ എന്ത് വേണം, കറണ്ട് അഫയേഴ്സ് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ബാങ്കിങ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് എക്സാംസിന് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ മെയിൻസ് എക്സാം വരുമ്പോഴത്തേക്ക് എക്സാം എന്താകുക, ഒന്നുകൂടെ ഒന്ന് കടുക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി ശക്തമാക്കണം. അപ്പൊ ബേസിക്കലി ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രിലിംസ് ആയാലും മെയിൻസ് എക്സാം ആണെങ്കിലും നമുക്ക് ഈ 3 സബ്ജക്ട്സ് വളരെ ഡീപ്പസ്റ്റ് ആയിട്ട് പഠിക്കാനും വളരെ സ്പീഡിൽ ചെയ്യാനും ഒക്കെയുള്ള ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരം എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചുമ്മാ പോയി ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ വെറുതെ അടയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. പരീക്ഷയെ മനസ്സിലാക്കി. ബാങ്കിങ് എക്സാംസ് നല്ല ഓപ്പർച്യൂണിറ്റി തരുന്ന പരീക്ഷയാണ്. കാരണം എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന എക്സാം ആണ് ബാങ്കിങ് എക്സാംസ് പറയുന്നത്. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ പലപ്പോഴും നമുക്ക് ജോലി കിട്ടും. കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പലപ്പോഴും ബാങ്ക് ജോബിന്റെ ടൈമിങ്ങുമായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആളുകൾക്കില്ല. അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഇത്രയും രീതിയിൽ ഒന്ന് സേഫ് ആവണമെങ്കിൽ നന്നായി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അല്ല ചുമ്മാ പോയി ആഗ്രഹം കൊണ്ട് പരീക്ഷ എഴുതിയിട്ട് കാര്യമുണ്ടോ, പോരാ. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് ഞാൻ കേട്ടോ. അപ്പൊ എല്ലാവരുടെയും മൈൻഡിൽ ഈ ഒരു വിഷയം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ ദിശ അക്കാഡമിയുടെ 1-2 ഫീച്ചേഴ്സ് കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തരാം. നമ്മുടെ ദിശയുടെ ബാങ്ക് ബാച്ച്, പുതിയ റെഗുലർ ബാച്ച് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും കിട്ടും, അതുപോലെ iOS പ്ലാറ്റ്ഫോമിലും. ദിശ ലേണിംഗ് ആപ്പിലൂടെ നമുക്ക് എന്താണ്, റെഗുലർ ബാച്ചിന്റെ ക്ലാസ്സുകൾ ഇപ്പം ആരംഭിക്കുകയാണ്. SBI IBPS PO എന്ന് പറയുന്ന 2 എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നിങ്ങൾ എയർലി ബേർഡ്സ് ഓഫർ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ദിശ ലേണിംഗ് ആപ്പ്, ഈ വീഡിയോയുടെ കൂടെ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ദിശ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് ഡെമോ ക്ലാസ്സുകളൊക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. അതുപോലെ ദിശയുടെ ഒരുപാട് ബ്രാഞ്ചുകൾ ദിശ അക്കാഡമിക്ക് ഉണ്ട്. കേരളത്തിൽ തന്നെ 5 ബ്രാഞ്ചുകൾ ദിശ അക്കാഡമിക്ക് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, ഇവിടെ എല്ലാം സെപ്പറേറ്റ് ബാങ്ക് ബാച്ചുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. SBI IBPS PO ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള. അതുപോലെ തന്നെ ഈ വർഷം തന്നെ ബാങ്ക് PO പരീക്ഷകൾക്ക് ശേഷം ക്ലറിക്കൽ എക്സാംസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ബ്രാഞ്ച് ഉണ്ട്, കൊല്ലത്ത് ബ്രാഞ്ച് ഉണ്ട്, തൃശ്ശൂർ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിലൂടെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ വളരെ സീരിയസ് ആയിട്ട്, ഞാൻ എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ
നമുക്കൊരു ബെറ്റർ അവസരമാണ്. ഏജ് 22-30 ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. പക്ഷെ വെറുതെ അപ്ലൈ ചെയ്യരുത്. പ്രിപ്പയർ ചെയ്ത് നല്ല കോൺഫിഡൻസോട് കൂടി, കാരണം ഒരു മത്സരമാണ്, നല്ല കടുത്തൊരു മത്സരമാണ് നമ്മൾ നേരിടുന്നത്. അതിനെ ആ രീതിയിൽ മനസ്സിലാക്കി തന്നെ നേരിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.